ആകാശവാണി കോഴിക്കോട്. പൂക്കൂട, കുട്ടികളുടെ പരിപാടി. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു കൂട്ടുകാരാണ് ഞങ്ങൾ. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ ആദ്യമായി ഒരു ദേശഭക്തി ഗാനം കേൾക്കാം. പങ്കെടുക്കുന്നവർ അയന ഫാത്തിമ യു, റിഫ ജാസ്മിൻ, റിഫ ഫാത്തിമ, മിന്ന ബെന്ത്, ഹിബ ഷെറിൻ, ഹിഷാന ടി പി, ഫാത്തിമ സ്വഫ. ഒരു മകളുദിക്കുന്ന മഹിമതൻ കടലാഴമകതളിരിലലിയുമൊരു ഭാരതം. ഒരു മകളുദിക്കുന്ന മഹിമതൻ കടലാഴമകതളിരിലലിയുമൊരു ഭാരതം. നിറയും വരമായി അറിവിൻ ലയമായി, നിറയും വരമായി അറിവിൻ ലയമായി, ഇരുളിന് ശുഭതാരമറിവിന് താഴ്മൊഴികൾ അലിവിന്റെ ഗാനമിത് ശുഭദേ. ഈ നാളമുയിരായി എരിയുന്ന കനലാകും അകലുന്ന മനസ്സുകളെ അറിവിന്റെ നേർവഴിയിൽ അവിരാമ പൂർണ്ണതയിൽ അമരപദമരുളും ഈ ഭാരതം. ഭാരതം ഭാരതം നാനാത്വമാകുന്ന നിലവിട്ടു നാം എന്ന ഭാവേന വാഴും ജനം. പോരിന്നു പോരല്ല ശരിയെന്ന് ലോകത്തോടോതുന്ന വേദാലയം. വളരുന്ന യുഗഭാവനേ എന്നും ഒഴുകുന്നു നീ ചാരുതേ. ഒരു നല്ല നാളേക്കിതാ നമ്മൾ ഒരുമിച്ചു പാടുന്നിതാ. ഈ നാളമുയിരായി എരിയുന്ന കനലാകും അകലുന്ന മനസ്സുകളെ അറിവിന്റെ നേർവഴിയിൽ അവിരാമ പൂർണ്ണതയിൽ അമരപദമരുളും ഈ ഭാരതം. ഭാരതം ഭാരതം ഒന്നായി ഒന്നായി പുണരും വിണ്ണിൻ മനസാം ഭാരതമണ്ണിൻ കനവുകളായി മരുവിൽ മഴയായി തരുവായി തളിരായി പുലരികളമ്മേ നിന്നാൽ ഉണരുകയായി. ആനന്ദ താളമലിവിന്റെ താളം ഇനി ഒരു പുഴ ഒരു വഴി ഒഴുകി ഒഴുകി. ആനന്ദ താളമലിവിന്റെ താളം ഇനി ഒരു പുഴ ഒരു വഴി ഒഴുകി ഒഴുകി. ശാന്തി ഗീതം ഇത് ശാന്തലോകം ഇത് ഒരു നവസുരഭില മധുമൊഴി ഇതുവഴി. പാരുക്കുള്ളേ നല്ല നാട് ഇന്ത്യൻ ഭാരത നാട് ഇന്ത്യൻ പാരുക്കുള്ളേ നല്ല നാട്. ഈ നാളമുയിരായി എരിയുന്ന കനലാകും അകലുന്ന മനസ്സുകളെ അറിവിന്റെ നേർവഴിയിൽ അവിരാമ പൂർണ്ണതയിൽ അമരപദമരുളും ഈ ഭാരതം. ഭാരതം ഭാരതം ഒരു മകളുദിക്കുന്ന മഹിമതൻ കടലാഴമകതളിരിലലിയുമൊരു ഭാരതം. ഒരു മകളുദിക്കുന്ന മഹിമതൻ കടലാഴമകതളിരിലലിയുമൊരു ഭാരതം. നിറയും
ലയമായി അറിവിൻ ലയമായി നിറയും വരമായി അറിവിൻ ലയമായി ഈ നാളമുയിരായി എരിയുന്ന കനലാകും അകലുന്ന മനസ്സുകളെ അറിവിന്റെ നേർവഴിയിൽ അവിരാമ പൂർണതയിൽ അമരപദമരുളും ഈ ഭാരതം ഭാരതം ഭാരതം. ഇനി ഒരു മാപ്പിളപ്പാട്ട് കേട്ടാലോ? ആലാപനം അക്സ കെ. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസയിൽ നിന്നും ഏതാനും വരികൾ. ഉണ്ഠനും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിടൈ ഹൂറുനിസാവര പരിശാനതും പടിവാൾ പുകമാം വിളമ്പിടലായി അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോന്നിലും തെളിവാ. ഉണ്ഠനും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിടൈ ഹൂറുനിസാവര പരിശാനതും പടിവാൾ പുകമാം വിളമ്പിടലായി അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോന്നിലും തെളിവാ. മണ്ഡമുടി തൊടു കാർമുകിലോ നിറം സഞ്ചരിക്കച്ചതമോ അത് പൂവിലെ ഷിടുകിൽ. മണ്ഡമുടി തൊടു കാർമുകിലോ നിറം സഞ്ചരിക്കച്ചതമോ അത് പൂവിലെ ഷിടുകിൽ. മഹാകാണതും മുഴുകെ ഇന്ത ശൗനിയിൽ മറ്റൊരു ലോനും വെളിപ്പെടുക അതികരുളാൽ. ഉണ്ഠനും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിടൈ ഹൂറുനിസാവര പരിശാനതും പടിവാൾ പുകമാം വിളമ്പിടലായി അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരൂന്നിലും തെളിവാ. കൊണ്ടപ്പ കുട്ടുമാ കുട്ടി ചുരുട്ട് ബലം പുലി ഭരണമോ നുതൽ കാർമുക പരിശോ. കൊണ്ടപ്പ കുട്ടുമാ കുട്ടി ചുരുട്ട് ബലം പുലി ഭരണമോ നുതൽ കാർമുക പരിശോ. പുറവും കമാനകമോ എനും കണ്ടലവൻ പിറ രണ്ട് തട കണവാള നസികമോ. ഉണ്ഠനും മിഷ്കാത്ത് ബാരിക്കിൽ ബന്ദിടൈ ഹൂറുനിസാവര പരിശാനതും പടിവാൾ പുകമാം വിളമ്പിടലായി അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോന്നിലും തെളിവാ. അടുത്തത് ഒരു നാടൻ പാട്ടായാലോ? പാടുന്നത് അയന ഫാത്തിമ യു. നാൽക്കവല വഴിയോരത്ത് പീരാലിൻ കൊമ്പത്ത് കൂട് കൂട്ടുന്ന പുള്ളിക്കുയിലേ കുയിലാളെ പെണ്ണാളെ പുള്ളിക്കുയിലാളെ കുയിലിന് കൂട്ടിരിക്കാനാൻ കിളിയവിടെ. നാൽക്കവല വഴിയോരത്ത് പീരാലിൻ കൊമ്പത്ത് കൂട് കൂട്ടുന്ന പുള്ളിക്കുയിലേ ആൺകിളിയില്ലാഞ്ഞിട്ടല്ല കൂട്ടിരിക്കാൻ കൂടാണ്ടല്ല പോകും വഴിക്കവനൊരു പന്തല് കണ്ടേ. തെങ്ങോല കുരുത്തോല നാട്ടിയ പന്തലുണ്ട് കാലിലിരുന്നാടാൻ പോയതാണേ. നാൽക്കവല വഴിയോരത്ത് പീരാലിൻ കൊമ്പത്ത് കൂട് കൂട്ടുന്ന പുള്ളിക്കുയിലേ കുയിലൊത്ത് മരം കൊട്ട് മുട്ടിയാട്ടം കാണാറുണ്ടോ കുട്ടിക്കുയിലാളെ പുള്ളിക്കുയിലേ. കർക്കിടകം കഴിഞ്ഞാലോ മാനം തെളിഞ്ഞാലോ കുയിലിന് കൂട് വിട്ട് പോകാറുള്ളോ. നാൽക്കവല വഴിയോരത്ത് പേരാലിൻ കൊമ്പത്ത് കൂട് കൂട്ടുന്ന പുള്ളിക്കുയിലേ. കർക്കിടകം മാറിക്കോട്ടെ പൊൻവെയിലൊന്നൂതിച്ചോട്ടെ മുറ്റത്ത് പൂക്കളങ്ങൾ വന്നിരട്ടെ. നാൽക്കവല വഴിയോരത്ത്
പീരാളിൻ കൊമ്പത്ത് കൂട് കൂട്ടുന്ന പുള്ളിക്കുയിലേ. തുടർന്ന് ഒരു കൊച്ചു കഥയുമായി മെസ്രിൻ. ഒരിടത്തൊരിടത്ത് ഒരു എലി ഉണ്ടായിരുന്നു. ഒരു ദിവസം എലി വിശന്ന് വലഞ്ഞ് തീറ്റ തേടി പോവുകയായിരുന്നു. കുറേ ദൂരെ നടന്നപ്പോൾ നെല്ലിൻ്റെ മണം മുക്കിലേക്ക് അടിച്ചു കയറി. അവിടെ ചുറ്റും പരിധി ഒരു കുട്ടി നിറയെ നെല്ലിരിക്കുന്നത് അവൻ കണ്ടു. ഹായ്, നല്ല പുന്നല്! കുട്ടിയുടെ അടുപ്പിലെ ചെറിയ ദ്വാരത്തിലൂടെ അവൻ നേരങ്ങി ഉള്ളിലേക്ക് കടന്നു. ആർത്തിയോട് നെല്ല് തിന്നാൻ തുടങ്ങി. തിന്നു അവൻ്റെ വയറ് വീർത്തു വന്നു. ഹോ, വയറ് നിറഞ്ഞു, ഇനി പോകാം. വന്ന വഴിയെ പുറത്തേക്ക് കിടക്കാൻ നോക്കിയപ്പോൾ കഴിയുന്നില്ല. വയറാണ് തടസ്സം. ക്ഷീണിച്ചൊടുവിൽ അവൻ അന്ന് അവിടെ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം എണീറ്റ് നോക്കിയപ്പോൾ വയറെല്ലാം ചുരുങ്ങിയിരുന്നു. പുറത്തു പോകാൻ നേരം അവൻ തീരുമാനിച്ചു കുറച്ചും കൂടെ നെല്ല് തിന്നാം എന്നും. തിന്ന് പഴയതുപോലെ അവൻ്റെ വയറ് വീർത്തു വന്നു. അന്നും അവിടെ കിടക്കാം എന്ന് അവൻ തീരുമാനിച്ചു. അപ്പോഴാണ് അതുവഴി ഒരു പൂച്ച വന്നത്. കുട്ടിയുടെ അടുത്തെത്തിയപ്പോൾ എലിയുള്ളതായി പൂച്ചക്ക് മനസ്സിലായി. ഹായ്, നല്ല ഉരുണ്ട് കൊഴുത്തെലി! ഒട്ടും താമസിയാതെ അവൻ എലിയെ ഭക്ഷണമാക്കി. കൂട്ടുകാരെ, ഇതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അത്യാഗ്രഹം ആപത്താണ്. എന്താണ് അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരം പെട്ടെന്ന് മാത്രമേ എടുക്കാവൂ. അതിന്മേലെ എടുത്താൽ ആപത്താണ്. താങ്ക് യു. ഇനി സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിത കേട്ടാലോ? ആലപിക്കുന്നത് അമ്ന. പ്രശസ്ത കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. മഴു തിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയല്ല, കൂട്ടിന്നു കിളികളില്ല. പതിവു പോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ് ചൂടിലടവച്ചുയർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂവുണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി. ഇരുളിൽ തിളങ്ങുമീ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്. അപ്പാട്ടിലാഹ്ലാദ തേനുണ്ട്, കനിവെഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നുപോകേ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ വിരിമാനമുള്ളാൽ പുണർന്നുകൊണ്ടേ. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റച്ചിറകിൻ്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ
ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. അടുത്തത് ലഹരിക്കെതിരെ ഒരു പ്രസംഗവുമായി ഫമിദ അൻവർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ലഹരി. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ്. എന്നാൽ രാജ്യത്തിന്റെ ഭാവി തകർക്കും വിധം കുട്ടികളിൽ സുലഭമായി കണ്ടുവരുന്ന ഒന്നാണ് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം. മുതിർന്നവർക്ക് ഇച്ഛാശക്തി കൊണ്ടും ഉപേക്ഷിക്കുവാനുള്ള അധ്വാനം കൊണ്ടും ലഹരിയെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ സാധിക്കും. എന്നാൽ കുട്ടികളിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തെന്നാൽ അതിൽ നിന്നും മോചനം നേടാൻ അവർ ആഗ്രഹിക്കുന്നതേയില്ല. കുടുംബ വഴക്ക്, കൂട്ടുകെട്ട്, ചുറ്റുമുള്ളവരോടുള്ള വാശി, പഠനത്തോടുള്ള പേടി എന്നിവയൊക്കെ ആയിരിക്കാം അവരെ ലഹരി ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അവർ അഭയം തേടുന്നത് ലഹരിയിലേക്കാണ്. എന്നാൽ ജീവിത പ്രശ്നങ്ങളോട് പൊരുതി വിജയം നേടുന്നതാണ് യഥാർത്ഥ ലഹരിയെന്ന് അവർ അറിയുന്നില്ല. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പല പ്രയാസങ്ങളും നേരിടേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന പല കാര്യത്തിലായാലും പഠനത്തിലായാലും മറ്റെന്തിലായാലും നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നമുക്ക് കിട്ടിയെന്ന് വരില്ല. നമ്മൾ ഒറ്റപ്പെട്ടുവെന്നും മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുന്നുവെന്നും തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാകും. ദേഷ്യവും നിരാശയും സങ്കടവുമൊക്കെ തോന്നുന്ന സന്ദർഭങ്ങളുണ്ടാകും. ഈ അവസരങ്ങളിലാണ് ലഹരി ഒരു വില്ലനായി മാറുന്നത്. ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ആൺകുട്ടികളെയാണ്. എന്നാൽ ഈ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സുരക്ഷിതരല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പെൺകുട്ടികളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടു വരികയാണ്. ചാറ്റിങ്ങിലൂടെ പരിചയപ്പെടുന്നവർ, മറ്റു പുറമേയുള്ള കൂട്ടുകാർ തുടങ്ങിയവരുടെ ചൂഷണം വഴിയാണ് പല പെൺകുട്ടികളും ലഹരിക്ക് അടിമപ്പെടുന്നത്. ഒന്ന് രുചിച്ചു നോക്കി ഉപേക്ഷിച്ച് കളയാം എന്ന ചിന്തയോടെയാണ് പലരും ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും ഇനി തിരിച്ചു വരാൻ പ്രയാസമാണ് എന്നുള്ളത് അവർ അറിയുന്നില്ലല്ലോ. ലഹരി മനുഷ്യനെ മാനസികവും ശാരീരികമായും തകർക്കുന്നു. ഏതാനും നിമിഷത്തെ സുഖത്തിനു വേണ്ടി പലരും അവർ പോലും അറിയാതെ തൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ്. ഒന്ന് ചോദിക്കട്ടെ, ലഹരി എന്ത് സുഖമാണ് മനുഷ്യന് നൽകുന്നത്? അത് വെറും ഒരു ജീവൻ കൊലയാളി മാത്രമല്ലേ? എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് എന്ന് ചിന്തിക്കാതെ തൻ്റെ അമൂല്യമായ ജീവിതം തന്നെ ഇല്ലാതാക്കുകയാണ് ഇന്നത്തെ ജനത. ജീവിതം എന്നത് തന്നെ ഒരു ലഹരിയാണ്. കുടുംബവും കൂട്ടുകാരുമൊത്ത് ജീവിതം അർത്ഥപൂർണവും ആനന്ദകരവുമാക്കുക എന്നത് ഒരു ലഹരിയാണ്. ഇനി മാതാപിതാക്കളോടൊരു കാര്യം: കുട്ടികളിൽ തിന്മ കണ്ടാൽ എതിർക്കുക, നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക, സ്നേഹിക്കുക. എന്നാൽ അത് തിന്മയിലേക്ക് പോകും വിധമാകരുത്. ലഹരിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന യുവതലമുറയോട് ഒന്നേ പറയാനുള്ളൂ: ആ വസ്തു തന്നെയാണ് നിങ്ങളുടെ കാലം നിശ്ചയിക്കുന്നത്. ഏതൊരു മനുഷ്യനും നല്ല ഒരു കാലം വരും. ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്. യെസ്, യു ക്യാൻ ഡു ഇറ്റ്. താങ്ക് യു. അടുത്തതായി ശാസ്ത്രീയ സംഗീതമാണ്. ആലപിക്കുന്നത് ശിവനന്ദ US. सरस्वती विधियुवती सरस्वती विधियुवती संरक्षतु मां श्री 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 सरस्वती विधियुवती. मुरली वीणा गान विनोदिनी संवेदिनी मुरली वीणा गान विनोदिनी संवेदिनी मुरली वीणा गान विनोदिनी
മോദിനി ശബ്ദാർത്ഥസ്വരൂപിണി ഹംസിനി ബ്രഹ്മാണി ആരക്തവർണ്ണരൂപിണി ഹംസിനി ബ്രഹ്മാണി ആരക്തവർണ്ണരൂപിണി സരസ്വതി വിധി യുവതി സംരക്ഷതു മാം ശ്രീ സരസ്വതി വിധി യുവതി വിധി യുവതി വിധി യുവതി. തുടർന്ന് ഒരു കൊച്ചു മഴപ്പാട്ടുമായി ഫാത്തിമ ഷസ്മിൻ. പുറത്തിറങ്ങാൻ പുറപ്പെടുമ്പോൾ പറയണ്ടമോ പെരുമഴ, പെരുമഴ ഒരു പെരുമഴ, ഇത് കുരുത്തം കെട്ടൊരു പെരുമഴ. പുറത്തിറങ്ങാൻ പുറപ്പെടുമ്പോൾ പറയണ്ടമോ പെരുമഴ, പെരുമഴ ഒരു പെരുമഴ, ഇത് കുരുത്തം കെട്ടൊരു പെരുമഴ. കുടയെടുത്തു ഞാൻ മഴയ്ക്ക് നേരെ പിടിച്ചപ്പം കാറ്റാതാ, കാറ്റു വന്നെൻ്റെ കുടയും കൊണ്ടുപോയി കറക്കം, പിന്നെ ഞാൻ കറങ്ങിപ്പോയി. കുടയെടുത്തു ഞാൻ മഴയ്ക്ക് നേരെ പിടിച്ചപ്പം കാറ്റാതാ, കാറ്റു വന്നെൻ്റെ കുടയും കൊണ്ടുപോയി കറക്കം, പിന്നെ ഞാൻ കറങ്ങിപ്പോയി. മഴ നനഞ്ഞൊരു തലയും കൊണ്ടെൻ്റെ പൊരുക്കി ചെന്നപ്പം പറയണ്ട, അരിയിളക്കുന്ന തവിയെടുത്തമ്മ അരയ്ക്ക് തായോട്ടടിയടി. ഈ പരിപാടിയിൽ അവസാനമായി ഒരു മോണോ ആക്ട് കേട്ടാലോ? അവതരിപ്പിക്കുന്നത് നേഹ ഫാത്തിമ കെ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഈ അടുത്ത കാലത്തായി തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം വാഹനങ്ങൾ ആക്സിഡന്റ് ആവുകയും അക്കാരണത്താൽ മരിച്ചു പോവുകയും ചെയ്യുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ കഥ. അങ്ങനെ ഒരു കൊച്ചു കഥയാണ് ഞാൻ ഇന്നിവിടെ മോണോ ആക്ടിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മീനുട്ടി, മോളെ മീനുട്ടി, ഈ കുട്ടി ഇതെവിടെ പോയിരിക്കുക? ശാന്തേച്ചി, മീനൂട്ടി ഉണ്ടോ അവിടെ? നീ വിഷമിക്കണ്ടെൻ്റെ രേണു, അവളിവിടെ അമ്മൂൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. അല്ല രേണു, നീ കുളിമുറിയിൽ തെന്നി വീണെന്ന് മീനൂട്ടി പറഞ്ഞല്ലോ, കാലിനിപ്പം എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിലെല്ലാം പോയിരുന്നു ശാന്തേച്ചി, നല്ല നീരുണ്ട്, അധിക ദൂരം നടക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കണേ. മോളെ മീനൂട്ടി, ഒന്ന് വേഗം വാട്ടോ. അമ്മേ, ഞാൻ ഇപ്പം വരാ. അമ്മു ചേച്ചി കളിക്കണ കണ്ടപ്പോ ഓടി വന്നതാ. മീനൂട്ടി, മോളെ മീനൂട്ടി. അമ്മേ, ദേ അച്ഛൻ വന്നു. അച്ഛൻ ഇന്ന് നേരത്തെയാ? ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, നീ അമ്മയെ സഹായിച്ചോ മീനൂട്ടി? ഞാനിന്ന് പാത്രം കഴുകാനും അടിച്ചു വാരാനും ഒക്കെ സഹായിച്ചു. ഇനി ഞാൻ വലുതാകുമ്പോ ഡോക്ടറെ എല്ലാവരും സഹായിക്കും. മിടുക്കി കുട്ടി, അച്ഛൻ്റെ പൊന്നുമോള് തന്നെ. ദേ ബാലട്ട, എനിക്ക് നാളെ മോളെ സ്കൂളിൽ അയക്കണ കാര്യം ഓർത്തിട്ട് പേടിയാവണു. നാട്ടിലെങ്ങും തെരുപട്ടികളുടെ ആക്രമണ. ഈ കാലം വെച്ച് ഞാൻ എങ്ങനെ എൻ്റെ കുട്ടീനെ സ്കൂളിൽ വിടുക? നീ വിഷമിക്കണ്ടെൻ്റെ രേണു, അമ്മുക്കുട്ടി അവള് നോക്കിക്കോളും നമ്മുടെ മോളെ. നീ വിഷമിക്കാതിരി. അമ്മേ, ദേ അമ്മു ചേച്ചി വന്നു. ഞങ്ങൾ ഇപ്പം വരാട്ടോ സ്കൂളിൽ പോയിട്ട്. ശരി മക്കളെ. മോളെ മീനൂട്ടി, ശ്രദ്ധിച്ച് പോണേ മോളെ. അമ്മു ചേച്ചി, ദൂരെ പട്ടികൾ കൂര കേൾക്കണു. എനിക്ക് പേടിയാകുന്നു അമ്മു ചേച്ചി. പേടിക്കണ്ട മീനുക്കുട്ടി, അമ്മ ചേച്ചി ഇല്ലേ കൂട്ടിന്. പട്ടികൾ ഓടി വന്നാ നമുക്ക് ഏതായാലും വീട്ടിൽ ഒളിക്കാം കേട്ടോ. മോളെ മീനുട്ടി, നീ പറഞ്ഞ ശരിയാ മോളെ. പട്ടികൾ നമുക്ക് ഓടി വരുന്നുണ്ട്. ഓടിക്കോ. അയ്യോ, അയ്യോ അച്ഛാ, അമ്മേ രക്ഷിക്കണേ. അയ്യോ എന്നെ കടിക്കല്ലേ. അയ്യോ എന്റെ മുഖം. അയ്യോ അച്ഛാ, അമ്മേ എന്നെ കടിക്കല്ലേ. അയ്യോ അമ്മേ. മോളെ മീനുട്ടി, എഴുന്നേൽക്ക് മോളെ. അയ്യോ, എൻ്റെ മോൾ ആരേലും ഹോസ്പിറ്റലിൽ കൊണ്ടോണേ. മോളെ മീനുട്ടി, എഴുന്നേൽക്ക് മോളെ. ഡോക്ടറെ, എൻ്റെ മോക്ക് എന്താ സംഭവിച്ചേ ഡോക്ടറെ? തെരുവ് നായ്ക്കൾ അവളെ വലിച്ചു കയറിയില്ലേ ഈശ്വരാ. ഡോക്ടറെ, എൻ്റെ മോക്ക് ഇഞ്ചക്ഷൻ എടുത്തോ ഡോക്ടറെ. അവക്കൊരാപത്തും കൂടാതെ തിരിച്ച് തരണേ ഡോക്ടറെ. നിങ്ങൾ വിഷമിക്കാതിരി. കുട്ടിയെ വന്നപ്പോൾ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. മുഖത്തിനാണ് ഏറ്റവും കൂടുതൽ കടിയേറ്റിട്ടുള്ളത്. മോളെ മീനുട്ടി, മോക്ക് പനിയുള്ളതല്ലേ, എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. അമ്മതേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽക്കാഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. എനിക്ക് വേണ്ട പാൽക്കാഞ്ഞ് പറ്റുന്നില്ല.
ദാഹിച്ചിട്ട് വയ്യ. വെള്ളം കാണുമ്പോ പേടിയാകുന്നു. ഞാൻ വലിച്ചു പോകും അമ്മേ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലോ മോളെ. എൻ്റെ മോക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. മോളെ നമ്മൾ വേറെ മുറിയിലേക്ക് മാറ്റുന്നുണ്ട്. അവൾക്ക് നല്ല പനിയും വയ്യായികയുമുണ്ട്. നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോളൂ. എൻ്റെ രേണു, നമ്മുടെ മോള് നമ്മളെ വിട്ടു പോയി. അവള് നമ്മളെ വിട്ടു പോയി. ഇല്ല, ഞാനിത് സഹിക്കില്ല. എനിക്കിത് സഹിക്കാൻ കഴിയില്ല. 15 വർഷത്തിന് ശേഷം കിട്ടിയ നിധിയാണവൾ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം തകർന്നില്ലേ മീനുട്ടി. ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും എന്താ ഡോക്ടറെ നമ്മുടെ മോളെ നമുക്ക് നഷ്ടമായത്. പേ പിടിച്ച നായുടെ കടി തലക്ക് മുകളിലേറ്റാൽ പെട്ടെന്ന് വൈറസുകൾ തലച്ചോറിലെത്തും. ഇഞ്ചക്ഷൻ എടുത്താൽ പോലും ചിലപ്പോൾ നമ്മൾ നിസ്സഹായരായെന്ന് വരും. ഒരിറ്റ് വെള്ളം പോലും ലഭിക്കാതെ ദയനീയമായാണ് എൻ്റെ മോള് മരിച്ചത്. ദയനീയമായാണ്. ഇനി ഒരു അച്ഛനും അമ്മയ്ക്കും ഈ ഗതി വരുത്തല്ലേ എൻ്റെ ഈശ്വരാ. മീനൂട്ടി, മോളെ മീനൂട്ടി. അതെ, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലികാവകാശങ്ങളിലൊന്നാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ അധികാരികൾ കൺ തുറന്നേ മതിയാകൂ. ചിന്തിക്കൂ, കൺ തുറന്ന് പ്രവർത്തിക്കൂ. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.